റിപ്പോർട്ടർ ആന്റണി രാജുവിനെതിരെ ക്രിമിനൽ കുറ്റം കണ്ടെത്തുക പ്രയാസമെന്ന് ഹൈക്കോടതി. ജൂനിയർ അഭിഭാഷകൻ പ്രതിക്കൊരു സഹായം ചെയ്തു എന്നതുകൊണ്ട് മാത്രം കുറ്റമെന്ന് പറയാനാകില്ല. ആന്റണി രാജുവിന് പ്രതിയോട് പ്രത്യേകം താല്പര്യമുണ്ടെന്ന് പറയാനാകില്ല എന്നും നിരീക്ഷണം. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടി എന്നൊരു കാര്യം കോടതി പരിഗണിക്കുന്നേയില്ല. അങ്ങനെയില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നത് ആന്റണി രാജുവിനെതിരെ ക്രിമിനൽ കുറ്റം കണ്ടെത്തുക പ്രയാസമാണ് എന്ന നിരീക്ഷണമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉയർന്നത്. ഒപ്പം കുറ്റകൃത്യം ചെയ്യാനുള്ള ഉദ്ദേശമെന്ത് എന്ന ചോദ്യവും കൂടി ഹൈക്കോടതിയിൽ നിന്ന് ഉയരുകയും ചെയ്തു. അതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഹൈക്കോടതിയിൽ നിന്ന് ഉയരുന്നത്. ഒപ്പം ജൂനിയർ അഭിഭാഷകൻ പ്രതിക്കൊരു സഹായം ചെയ്തു എന്നതുകൊണ്ട് മാത്രം കുറ്റമെന്ന് പറയാനാവില്ല. ആന്റണി രാജുവിന് പ്രതിയോട് പ്രത്യേകം താല്പര്യമുണ്ടെന്ന് പറയാനാവില്ല എന്നുമാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജുവും പ്രതിയും തമ്മിലുള്ള പരിചയം എന്താണ് എന്നതിൽ വ്യക്തതയില്ല. സീനിയറിന്റെ കക്ഷിയാണ് മയക്കുമരുന്ന് കേസിലെ പ്രതി. അതേ ഓഫീസിലെ ജൂനിയർ അഭിഭാഷകനാണ് ആന്റണി രാജു. സീനിയർ അഭിഭാഷകൻ അറിയാതെയാണോ ആന്റണി രാജു പ്രതിക്ക് വേണ്ടി ഇത്തരമൊരു സഹായം ചെയ്തത് എന്ന ചോദ്യവും കൂടി ഹൈക്കോടതിയിൽ നിന്ന് ഉയരുകയും ചെയ്തു. ആന്റണി രാജു ഇതിൽ ഉയർത്തിയ പ്രധാനപ്പെട്ട വാദങ്ങൾ തൊണ്ടി മുതൽ കൈകാര്യം ചെയ്യുന്ന ക്ലർക്കിനാണ് ഉത്തരവാദിത്തമെന്നാണ് ആന്റണി രാജു ഹൈക്കോടതി അറിയിച്ചത്. ആര് എപ്പോൾ എവിടെ വെച്ചാണ് തൊണ്ടി മുതലിൽ മാറ്റം വരുത്തിയതെന്ന് പറയാനാവില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴി എന്ന കാര്യവും കൂടി ഹൈക്കോടതിയിൽ ആന്റണി രാജുവിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വാദമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത് എന്ന് അറിയില്ല എന്നും ആന്റണി രാജു കോടതി അറിയിച്ചു. പക്ഷേ അത്തരമൊരു കാര്യത്തിൽ കോടതി മറിച്ച് അഭിഭാഷകനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, എന്തൊക്കെയാണ് ഒപ്പിട്ട് വാങ്ങിയതെന്ന് അറിയില്ലെന്ന് അഭിഭാഷകന് പറയാനാവില്ല എന്നാണ് ഹൈക്കോടതി പറയുന്നത്. ജൂനിയർ അഭിഭാഷകനായാലും സീനിയർ അഭിഭാഷകനായാലും കോടതിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത് എന്തൊക്കെ എന്ന് അറിയണം എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഏതാണ്ട് 50ഓളം വസ്തുക്കളാണ് കോടതിയിൽ നിന്ന് ഈ പ്രതിക്ക് വേണ്ടി ആന്റണി രാജു തിരികെ വാങ്ങുന്നത്. അക്കൂട്ടത്തിൽ തൊണ്ടി മുതലായ ഈ അടിവസ്ത്രവും ഉണ്ടോ എന്ന ചോദ്യമാണ് കോടതി കഴിഞ്ഞ ദിവസം ഉന്നയിക്കുകയും ചെയ്തത്. ഇതിലാണ് കോടതി ആന്റണി രാജുവിന്റെ ഈ വാദത്തോട് കോടതി മറുചോദ്യം ഉന്നയിക്കുന്നത്. എന്തൊക്കെയാണ് ഒപ്പിട്ട് വാങ്ങിയതെന്ന് അറിയില്ലെന്ന് അഭിഭാഷകന് പറയാനാവില്ല എന്ന് കോടതി നിരീക്ഷിക്കുന്നത്. ജൂനിയർ അഭിഭാഷകനായാലും സീനിയർ അഭിഭാഷകനായാലും ഒപ്പിട്ട് വാങ്ങിയത് എന്തൊക്കെയെന്ന് അറിയണം എന്ന കാര്യവും കൂടി കോടതി വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം എന്നത് ആന്റണി രാജുവിനെതിരെ ക്രിമിനൽ കുറ്റം കണ്ടെത്തുക പ്രയാസമാണ് എന്നതാണ്. കോടതി നിരീക്ഷിക്കുന്നത് കുറ്റകൃത്യം ചെയ്യാനുള്ള ഉദ്ദേശം എന്ത് എന്ന കാര്യം ഈ ഉത്തരവിൽ മജിസ്ട്രേറ്റ് കോടതി ഇതിൽ ഈ അടിവസ്ത്രം എന്ന് പറയുന്നതാണ് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതൽ ഒരു തെളിവ് എന്ന് പറയുന്നത്. അതിൽ കൃത്രിമത്വം ഉണ്ടായിരിക്കുന്നു. ആ കൃത്രിമത്വം ഉണ്ടായത് കൃത്യമായി ഇത് ഒപ്പിട്ട് വാങ്ങി തിരികെ കൊണ്ടുവരുന്നതിന് ഇടയിലാണ് എന്നതും വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല ശ്യാം, നമുക്ക് ഈ കേസിന്റെ നാൾവഴി അറിയാവുന്നതാണല്ലോ. ഇത് തിരികെ കൊണ്ടുവരണമെന്ന് ആരും ആവശ്യപ്പെട്ടിട്ടല്ല പിന്നീട് ഇത് തിരികെ കൊണ്ടുവരുന്നത്. എന്താണോ കൊണ്ടുപോയതിന്റെ ലക്ഷ്യം അത് പൂർത്തീകരിച്ചതിന് ശേഷം സ്വമേധയാ കൊണ്ടുകൊടുക്കുകയാണ്. ഇനി എല്ലാ ദിവസവും ഉപയോഗിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഒപ്പിട്ട് വാങ്ങുന്നതിന് കൂടെ ഒരിക്കലും കിട്ടാത്ത ഒന്നാണ് തൊണ്ടി മുതൽ എന്ന് പറയുന്നത്. രണ്ടും രണ്ടിടങ്ങളിലാണ് സൂക്ഷിക്കുക. ഇതിൽ ജോസ് എന്ന് പറയുന്ന ക്ലർക്കും ആന്റണി രാജുവും കൂടി ഒരുമിച്ച് ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു വെളിപ്പെടുത്തൽ. പക്ഷെ അതൊക്കെ മാറുകയാണോ ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ? അങ്ങനെയാണ്. അത്തരം കാര്യങ്ങളിലെല്ലാം അതായത് ഈ തൊണ്ടി മുതലിനൊപ്പം ഏതാണ്ട് 50ഓളം വസ്തുക്കൾ ഈ കോടതിയിൽ നിന്ന് ഈ പ്രതിയുടേതായ വസ്തുക്കൾ തൊണ്ടി മുതലിനൊപ്പം പോലീസ് പിടിച്ചെടുത്ത വസ്തുക്കൾ കോടതിയിൽ നിന്ന് തിരിച്ച് അഭിഭാഷകൻ ആന്റണി രാജുവാണ് ഒപ്പിട്ട് വാങ്ങുന്നത്. അതിനൊപ്പമാണ് തൊണ്ടി മുതലായ അടിവസ്ത്രവും അതിനൊപ്പം നൽകുന്നത്. അത് ആന്റണി രാജുവിന് അറിയില്ല എന്നാണ് ആന്റണി രാജു പറയുന്നത്. മാത്രമല്ല അഭിഭാഷകൻ തന്നെ അക്കൂട്ടത്തിൽ വാദമായി ഉന്നയിക്കുന്നത് ഇത് ആര് എപ്പോൾ എവിടെ വെച്ചാണ് തൊണ്ടി മുതലിൽ മാറ്റം വരുത്തിയത് എന്ന് പറയാനാവില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴി എന്നാണ് ആന്റണി രാജുവിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തന്നെ കോടതിയിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. എന്തൊക്കെയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത് അറിയില്ല എന്ന് ആന്റണി രാജു പറയുമ്പോൾ പക്ഷേ അതിനെ ഹൈക്കോടതി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഒപ്പിട്ട് വാങ്ങി എന്ന് അറിയില്ല എന്ന് അഭിഭാഷകന് പറയാനാവില്ല എന്ന് കൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ജൂനിയർ അഭിഭാഷകനായാലും സീനിയർ അഭിഭാഷകനായാലും ഒപ്പിട്ട് വാങ്ങിയത് എന്തൊക്കെയെന്ന് അറിയണം എന്ന് കൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതിനുശേഷമാണ് കോടതി ഏറ്റവും നിർണായകമായ
ഈ ചോദ്യത്തിലേക്ക് എത്തുന്നത് ആന്റണി രാജുവിനെതിരെ ക്രിമിനൽ കുറ്റം കണ്ടെത്തുക പ്രയാസമാണ് എന്ന് ജസ്റ്റിസ് സി ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് വാദം കേൾക്കുന്നതിനിടെ നിരീക്ഷിക്കുന്നത് ഇതിൽ ആന്റണി രാജു ഇത്തരമൊരു കുറ്റകൃത്യം ചെയ്യാനുള്ള ഉദ്ദേശമെന്ത് എന്ന ചോദ്യവും കൂടി കോടതി ഉയർത്തുന്നുണ്ട്. കാരണം ജൂനിയർ അഭിഭാഷകൻ പ്രതിക്ക് ഒരു സഹായം ചെയ്തു എന്നതുകൊണ്ട് മാത്രം അത് കുറ്റമെന്ന് പറയാനാവില്ല. ആന്റണി രാജുവിന് ഈ പ്രതിയായ വിദേശിയോട് പ്രത്യേകം താല്പര്യമുണ്ട് എന്ന് പറയാനാവില്ല എന്ന കാര്യവും കൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിനനുബന്ധമായി കോടതി പറയുന്ന മറ്റൊരു കാര്യം, ജൂനിയർ അഭിഭാഷകനായ ആന്റണി രാജുവും പ്രതിയും തമ്മിലുള്ള പരിചയം എന്താണ് എന്നതിൽ വ്യക്തതയില്ല. ഈ കോടതിയുടെ വിധിയിലോ അല്ലെങ്കിൽ അന്വേഷണ റിപ്പോർട്ടുകളിലോ ഒന്നും വ്യക്തതയില്ല എന്ന് കൂടി ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല സീനിയർ അഭിഭാഷകന്റെ കക്ഷിയാണ് ഈ മയക്കുമരുന്ന് കേസിലെ പ്രതി, വിദേശിയായ പ്രതി. അതേ ഓഫീസിലെ ജൂനിയർ അഭിഭാഷകനാണ് ആന്റണി രാജു എന്ന് കൂടി ഹൈക്കോടതി. 1990 ഏപ്രിൽ 4 ഓസ്ട്രേലിയൻ സ്വദേശിയായ ആൻഡ്രൂ സാൽവദോറിനെ ഈ മയക്കുമരുന്നുമായി കണ്ടെത്തുന്നത്. 92 പിന്നീട് അപ്പീൽ പോകുമ്പോഴാണ് കോടതി സാൽവദോറിനെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്നത്. പിന്നീട് അതായത് സ്വമേധയാ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചുപോയി അവിടെ നിന്ന് ജയിലിൽ കിടക്കുമ്പോൾ സഹതടവുകാരോട് ഈ കേസിന്റെ പശ്ചാത്തലം വെളിപ്പെടുത്തുകയും ഞാനങ്ങ് രക്ഷപ്പെട്ടു വന്നു എന്ന വീരവാദം മുഴക്കുകയുമായിരുന്നു. പിന്നീടാണ് അവിടെ നിന്ന് ഇന്റർപോൾ വഴി തിരുവനന്തപുരത്തേക്ക് എത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് പിന്നീട് തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ 36 വർഷം കഴിഞ്ഞുപോയി. ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ ആരാണ്, എന്താണ്, എപ്പോഴാണ്, എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മറുപടി കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ടാകും.